പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളായ ആളുകളെ, മുസ്ലിം വിഭാഗത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്നിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും പിന്നെ ആ ഒരു മതത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ മതത്തിലത്തെ ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറ്റം കിട്ടുകയാണെങ്കിൽ, ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് തമ്പനെയിൽ കൊടുത്ത് അതിനെ വീഡിയോ ആക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് ഷാഫി. ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം, കഴിഞ്ഞ ദിവസം മമ്മു എന്ന ഒരു കൊച്ചുകുട്ടിയുമായി ഒരു ഇന്റർവ്യൂ നടന്നായിരുന്നു. അതിൽ പറഞ്ഞ പല കാര്യങ്ങളും സമൂഹത്തിൽ ഷെയർ ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷെ ഒരു എളുപ്പമില്ലാതെ ചോദ്യം ചോദിക്കുകയും അത് സമൂഹത്തിൽ ഒരുപാട് പേരുടെ വിമർശനങ്ങൾക്കിടയാക്കിയപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്യുന്ന പെണ്ണ് മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്തായിരുന്നു. ഒരു ഇന്റർവ്യൂ എങ്ങനെ ചെയ്യണം എന്ന് പോലും അറിയാതെ സമൂഹത്തിനെ തെറ്റിലേക്ക് നയിക്കുന്ന ഒരു ഉപകാരവുമില്ലാത്ത വീഡിയോകളാണ് ഒട്ടുമിക്ക ചാനലുകളിലും ഇന്ന് നടത്തുന്നത്. കാരണം അവരുടെ ഉപജീവന മാർഗം അതായതുകൊണ്ട് തന്നെ മാക്സിമം റീച്ച് കൊടുക്കുക എന്നതായിരിക്കും അവർക്ക് കിട്ടുന്ന നിർദ്ദേശം. അതിനുവേണ്ടി എന്ത് വൃത്തികെട്ട ചോദ്യം ചോദിക്കുകയും അവർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം ചോദിച്ച് എന്തെങ്കിലുമൊക്കെ സെക്സ് ടോക്ക് പറയിപ്പിക്കുക. അതിന്റെ കൂടെ മുസ്ലിം വിരോധം കൂടി ഉണ്ടെങ്കിൽ ഡബിൾ ബോണസ് ആയിരിക്കും. അങ്ങനെ വിചാരിച്ച പോലെ തന്നെ ആ വീഡിയോ വൈറലാവുകയും അതിലെ ചില പരാമർശങ്ങൾ വിവാദങ്ങൾക്കിടയാക്കിയപ്പോൾ ഇന്റർവ്യൂ ചെയ്ത പെണ്ണ് മാപ്പ് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തു. ഇത് തന്നെയായിരുന്നു അവരുടെയും ലക്ഷ്യം. കാരണം മാക്സിമം വീഡിയോ റീച്ച് ആക്കുക എന്നതായിരുന്നു. അതിനുശേഷം ഒരു മാപ്പും കൂടി പറഞ്ഞു വന്നാൽ അതോടുകൂടി അവരുടെ കടമ കഴിഞ്ഞു. പിന്നെ അടുത്ത ഇന്റർവ്യൂ അങ്ങനെ അതും ആളുകൾ മറക്കും. അതിന്റെ കൂടെ മുസ്ലിം വിരോധം മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഉസ്താദുമാർ അടിച്ചാണ് പഠിപ്പിക്കുന്നത്, ഒരു ദയമില്ലാതെ കൊച്ചുകുട്ടികൾ ആണെന്നോർക്കാതെ അതിരാവിലെ തന്നെ അടിച്ചാണ് എഴുന്നേൽപ്പിക്കുന്നത്. ഇത് കിട്ടാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം അവർക്ക് ഇത് കിട്ടിയെങ്കിൽ മാത്രമേ അവരുടെ പള്ളയും വീർക്കുകയുള്ളൂ. എക്സ് മുസ്ലിം എന്ന പേരിൽ ഒരുപാട് മുസ്ലിം വിരോധികൾ ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ വന്നത്, ഉസ്താദുമാരുടെയും മുസ്ലിം സമുദായത്തെയും എതിർത്ത് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് തെറ്റാണ്, അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദു സഹോദരി രംഗത്ത് വന്നു. വളരെ സത്യസന്ധമായി അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ധന്യ എന്നറിയപ്പെടുന്ന ആ ചേച്ചിക്ക് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന വർഗീയ വിഷയങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള വെളിച്ചങ്ങൾ കടന്നു വരുമ്പോഴാണ്